ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ ലോ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ട്രേഡ് യൂണിയൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൻ്റെ അകത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ ബാലൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ ആൻഡ് എന്തൊക്കെയാണ് അവരുടെ കടമകൾ എന്നുള്ള കാര്യം. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ആക്ടിൻ്റെ, അതായത് ട്രേഡ് യൂണിയൻസ് ആക്ടിൻ്റെ അണ്ടറിൽ ആ ഒരു പ്രൊവിഷൻസ് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ട്രേഡ് യൂണിയനെ നമുക്ക് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് എന്തുണ്ടായിരിക്കും, ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഉള്ളൊരു ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിൽ അതെന്താണ്, രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഒരു പ്രൊവിഷൻസും ഒരു ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രേഷനെ കമ്പൽ ചെയ്യുന്നില്ല. അതായത് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് എന്നെവിടെയും പറയുന്നില്ല. പക്ഷേ ഈ ഒരു ആക്ട് പ്രകാരം ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അവർക്ക് ചില റൈറ്റുകളും അതുപോലെ തന്നെ ലയബിലിറ്റീസും ആ ഒരു രജിസ്ട്രേഷനിൽ നിന്നും വരും. ആൻഡ് നോൺ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിന് ഒരിക്കലും ഈ ഒരു ആക്ട് പ്രകാരമുള്ള അത്തരത്തിലുള്ള റൈറ്റുകൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ രജിസ്ട്രേഷൻ ഒരിക്കലും കമ്പൽസറി അല്ല, പക്ഷേ എന്താണ്, ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ റൈറ്റും ലയബിലിറ്റീസൊക്കെ എറൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോൺ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിന് അത്തരത്തിലുള്ള റൈറ്റുകളൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ്റെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡി കോർപ്പറേറ്റ് ആണ്. എന്ന് പറയുമ്പം ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതൊരു ബോഡി കോർപ്പറേറ്റായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഏത് പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറും. ഇപ്പോൾ നമ്മൾ കമ്പനിയിലോടൊക്കെ വീഡിയോ കേട്ടവർക്കറിയാം, നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്, അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, മെമ്പേഴ്സിൽ നിന്നും മാറി അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഈ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡ് യൂണിയൻ്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്, ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ആ മെമ്പേഴ്സും ട്രേഡ് യൂണിയനും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ഒരു നമ്മൾ മറ്റ് ആ ഒരു കമ്പനി ലോയിൽ പറയുന്ന പോലെ ഒരു ഫിക്ഷണൽ വെയിലുണ്ട് അവർക്കിടയിൽ. അതാണ് ഈ ബോഡി കോർപ്പറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ തന്നെ അതേപോലെ വരുന്നൊരു കാര്യമാണ് പെർപ്പച്വൽ സക്സഷനും ഉണ്ട്, കോമൺ സീലും ഉണ്ട്. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ്, അതായത് ഒരു ട്രേഡ് യൂണിയൻ ഇപ്പോൾ 2000 ഫോം ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ 2025 വരെ സെയിം മെമ്പേഴ്സ് ആയിരിക്കില്ല. അതിൻ്റെ അകത്ത് പല പല മെമ്പേഴ്സ് മാറി 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 വരാം. പക്ഷേ ആ ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കും. ആ ഒരു മെമ്പേഴ്സ് മാറുന്നു എന്നനുസരിച്ച് ട്രേഡ് യൂണിയൻ്റെ ആ ഒരു ഇത് മാറുന്നില്ല. അതാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവർക്ക് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ട്രേഡ് യൂണിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിഗ്നേച്ചർ, എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ആ ഒരു സിഗ്നേച്ചർ, അതാണ് ഈ കോമൺ സീൽ. അതും ആർക്കുണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ടായിരിക്കും, രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ ഉണ്ടായിരിക്കും. പിന്നീട് മോബിൾ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഇമ്മോബിൾ പ്രോപ്പർട്ടീസും നേടിയെടുക്കാനും ആൻഡ് ആ ഒരു പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യാനുമായിട്ടുള്ള ഒരു പവർ ആർക്കുണ്ട്, ഈ ട്രേഡ് യൂണിയനുണ്ട്. ആൻഡ് അതുപോലെ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ടുള്ള അധികാരം ട്രേഡ് യൂണിയനുണ്ട്. ആൻഡ് ഈ ഒരു ഏതെങ്കിലും ഒരു സ്യൂട്ടിൻ്റെ കാര്യത്തിൽ സ്യൂട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ട്രേഡ് യൂണിയനെതിരെ ആർക്കെങ്കിലും സ്യൂട്ട് കൊടുക്കണമെങ്കിലും ആ ട്രേഡ് യൂണിയൻ്റെ പേരിലാണ് സ്യൂട്ട് കൊടുക്കുന്നത്. അല്ലാതെ മെമ്പേഴ്സിൻ്റെ മാത്രം പേരിലായിട്ട് സ്യൂട്ട് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല, ഇങ്ങനൊരു രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ. അതാണ് ബോഡി കോർപ്പറേറ്റ് എന്നുള്ള ഫസ്റ്റ് ആ ഒരു റൈറ്റ് ആൻഡ് പ്രിവിലേജസിൽ ഫസ്റ്റ് പറയുന്നതാണ് ബോഡി കോർപ്പറേറ്റ്. ഓർത്തിരിക്കേണ്ട കാര്യം, അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ആൻഡ് പെർപ്പച്വൽ സക്സഷനുണ്ട്, കോമൺ സീലുണ്ട്, കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യാം, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അക്വയർ ആൻഡ് ഹോൾഡ് ചെയ്യാം. പിന്നെന്താണ്, ഒരു സ്യൂ ചെയ്യപ്പെടാനും അതുപോലെ തന്നെ സ്യൂട്ട് കൊടുക്കാനും പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഫണ്ട് ഫോർ പൊളിറ്റിക്കൽ പർപ്പസസ് എന്നുള്ളതാണ്. ഇപ്പം ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് പൊളിറ്റിക്കൽ ഫണ്ടെന്നും പറഞ്ഞിട്ട് കളക്ട് ചെയ്യാനായിട്ടും അത് സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും.
അപ്പം ഈ ഒരു ട്രേഡ് യൂണിയൻ്റെ ഫണ്ടുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു ട്രേഡ് യൂണിയന് രണ്ട് തരത്തിലുള്ള ഫണ്ടുകളാണ് വരുന്നത്, ജനറൽ ഫണ്ടും പൊളിറ്റിക്കൽ ഫണ്ടും. ഈ ജനറൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആക്ടിൻ്റെ തന്നെ സെക്ഷൻ 15 കുറച്ച് പർപ്പസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ ജനറൽ ഫണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഇപ്പോൾ ഇത്ര ഓർക്കുക, ജനറൽ ഫണ്ട് എന്ന് പറയുമ്പോൾ സെക്ഷൻ 15 പറഞ്ഞിരിക്കുന്ന പർപ്പസുകൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ് ജനറൽ ഫണ്ട്. ആൻഡ് അവിടെ ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ആണെങ്കിൽ പോലും ജനറൽ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ ആലോചിക്കുക, ജനറൽ ഫണ്ടും പൊളിറ്റിക്കൽ ഫണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഫണ്ടാണ്. നമ്മളിതിൽ മെയിനായിട്ട് പറഞ്ഞ പോയിൻ്റ് എന്താണ്, സെപ്പറേറ്റ് ഫണ്ട് ഫോർ പൊളിറ്റിക്കൽ പർപ്പസ് എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ്റെ മാത്രം ഉള്ളൊരു ഫീച്ചറൊന്നും അല്ല. അതെന്താണ്, ഒരു അൺരജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് വേണമെങ്കിലും ജനറൽ ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സെക്ഷൻ 16 ക്ലോസ് 1 പ്രകാരം ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് മാത്രമേ ഒരു സെപ്പറേറ്റ് ഫണ്ട്, അതായത് ഒരു സിവിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, അവരുടെ മെമ്പേഴ്സിൻ്റെ, ഈ ഒരു ട്രേഡ് യൂണിയനിലുള്ള മെമ്പേഴ്സിൻ്റെ സിവിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് മാത്രമേ പറ്റൂ. അത് പറയുന്നത് സെക്ഷൻ 16 ക്ലോസ് 1 അകത്താണ്. ആൻഡ് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 16 അകത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന പൊളിറ്റിക്കൽ ഫണ്ടെന്ന് പറയുന്നത് എന്തൊക്കെ പർപ്പസിന് വേണ്ടി, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു സെപ്പറേറ്റ് ഫണ്ട്, അതായത് പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും സെക്ഷൻ 16 സബ്സെക്ഷൻ 3 പ്രകാരം ആ ഒരു ഫണ്ടിലേക്ക്, അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി റൈസ് ചെയ്യുന്ന ആ ഒരു ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു മെമ്പറിനെയും കമ്പൽ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഒരിക്കലും അവരെ കമ്പൽ ചെയ്യരുത്. അങ്ങനെ ഒരു റൈറ്റൊക്കെ ഉണ്ട് അവിടെ, അവർക്ക് ഒരു സെപ്പറേറ്റ് ഫണ്ടൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സെപ്പറേറ്റ് ഫണ്ടൊക്കെ കളക്ട് ചെയ്യാം. പക്ഷെ കളക്ട് ചെയ്യാമെന്ന് പറയുമ്പം കമ്പൽ ചെയ്ത് ആരുടെടുത്തൊന്നും അത് വാങ്ങാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. സോ അതാണ് അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ജനറൽ ഫണ്ടുണ്ട്, പൊളിറ്റിക്കൽ ഫണ്ടുണ്ട്. ജനറൽ ഫണ്ട് എന്ന് പറയുമ്പം അൺരജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനും കളക്ട് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിന് മാത്രമുള്ള ഫീച്ചറാണ് പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ആൻഡ് അത് ഏതൊക്കെ പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യണമെന്ന് 16 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. ആൻഡ് 16 സബ്സെക്ഷൻ 3 പറയുന്ന കാര്യമാണ് എന്ത്, ഒരിക്കലും അവരെ കമ്പൽ ചെയ്യരുതെന്നുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഫ്രം പണിഷ്മെൻറ്റ് ഫോർ ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളൊരു പോയിൻ്റാണ്. അപ്പം നമുക്കറിയാം, കോൺസ്പിറസി എന്ന് പറയുമ്പം സെക്ഷൻ 120 ഓഫ് IPC ആണ്. ആൻഡ് ക്രിമിനൽ കോൺസ്പിറസി തന്നെ സെക്ഷൻ 120A ആൻഡ് 120B പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെക്ഷൻ 17 ഓഫ് ദ ആക്ടിൻ്റെ അകത്താണ് പറയുന്നത്, ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ്റെ ഓഫീസ് ബെയററോ അല്ലെങ്കിൽ ഒരു മെമ്പറോ, അപ്പോൾ ട്രേഡ് യൂണിയൻ്റെ ഒരു മെയിൻ ഇതായിട്ടിരിക്കുന്ന ഒരാൾ, അതായത് ഒരു സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ളൊരു മെമ്പർ, ഇവരിൽ ആര് വേണമെങ്കിലും ആകാം, ഒരു ട്രേഡ് യൂണിയനെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഓഫീസ് ബെയററും ആകാം മെമ്പറും ആകാം, ഇവരിൽ ആരെങ്കിലും ഈ പറയുന്ന ആളുകളെ ഒന്നും സെക്ഷൻ 120B ക്ലോസ് 2 ഓഫ്, അതായത് IPCയുടെ സെക്ഷനാണ് പറയുന്നത്, സെക്ഷൻ 120B ക്ലോസ് 2 പ്രകാരം പണിഷ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആരെയാണ്, ഓഫീസ് ബെയറേഴ്സിനെയും മെമ്പേഴ്സിനെയും. അതെന്ത് കാര്യത്തിനാണ്, ഇപ്പം ഇവർ എന്തെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ്റെ ഒരു ഒബ്ജക്റ്റ് സെക്ഷൻ 15 അകത്ത് ട്രേഡ് യൂണിയൻ്റെ കുറേ പർപ്പസുകൾ പറയുന്നുണ്ട്. അപ്പം ആ ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു പർപ്പസിന് വേണ്ടി, ആ ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മെമ്പേഴ്സ് തമ്മിലൊരു എഗ്രിമെൻറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ഒരു കോൺസ്പിറസി ആയിട്ട് കണ്ടുകൊണ്ട് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, അൺലെസ് ദ എഗ്രിമെൻറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ്. അതായത് ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് അല്ലാതിരിക്കണം. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് അല്ലാത്തിടത്തോളം കാലം നോർമലി അവരൊരു സെക്ഷൻ 15 പ്രകാരം ഉള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് വേണ്ടി, ഒരു പർപ്പസിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും അതൊരു കോൺസ്പിറസി ആണ്, ക്രിമിനൽ കോൺസ്പിറസി ആണെന്നുള്ള രീതിയിൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സെക്ഷൻ 17 പറയുന്നത്. ആൻഡ് ഇവിടെ
ഓഫീസ് ബെയറേഴ്സിനും അതുപോലെ തന്നെ മെമ്പേഴ്സിനും ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. ഫസ്റ്റ് എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സെക്ഷൻ 15 പ്രകാരമുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അവരുടെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്, അത് എന്തിനു വേണ്ടി ആവരുത് എന്നുള്ളതാണ്. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആവാനും പാടില്ല എന്നുള്ള 2 കണ്ടീഷനാണ് അവിടെ വരുന്നത് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ. ഇവിടെ ഒരു കേസുണ്ട്, ജെ എഞ്ചിനീയറിംഗ് വർക്ക്സ് വേഴ്സസ് വർക്ക്മെൻ എന്ന് പറയുന്നൊരു കേസ്. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഒരു സ്ട്രൈക്കിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് വയലൻസോ അസോൾട്ടോ ഇൻറ്റിമിഡേഷനോ ത്രെട്ടോ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു എക്സംഷൻ കിട്ടില്ല. അതായത് ഒരു സ്ട്രൈക്ക് വിളിക്കുന്ന സമയത്ത് അവരതിൻ്റെ അകത്ത് ഭയങ്കരമായ വയലൻസ് അല്ലെങ്കിൽ അസോൾട്ടൊക്കെ കമ്മിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ത്രെട്ട് കോസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരിക്കലും ഈ ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് അവിടെ കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു കേസിൽ പറഞ്ഞത്. ആൻഡ് ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, ക്രിമിനൽ കോൺസ്പിറസിയുടെ പണിഷ്മെൻറ്റിൽ നിന്നും അവർക്ക് ഈ പറയുന്ന ഓഫീസ് ബെയറേഴ്സിനും മെമ്പേഴ്സിനും ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഫ്രം സിവിൽ ലയബിലിറ്റീസ് നോക്കണം. അതിൽ പറയുന്നത് സിവിൽ സ്യൂട്ടിൽ നിന്നും, ചില കേസസിൽ സിവിൽ സ്യൂട്ടിൽ നിന്നും ഇമ്മ്യൂണിറ്റി കിട്ടുന്ന കാര്യം ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 18 ആണ്. അപ്പോൾ ക്രിമിനൽ കോൺസ്പിറസിയിൽ നിന്ന് എക്സംഷൻ കിട്ടുന്നത് സെക്ഷൻ 17-ഉം സിവിൽ ലയബിലിറ്റിയിൽ നിന്ന് എക്സംഷൻ കിട്ടുന്നത് സെക്ഷൻ 18-നുമാണ്. അതിൽ തന്നെ സെക്ഷൻ 18 സബ്സെക്ഷൻ 1 പറയുന്ന കാര്യമാണ്, ഒരു സ്യൂട്ടോ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സോ ഏതെങ്കിലും ഒരു സിവിൽ കോടതികളിൽ മെയിൻറ്റനബിളായിട്ടുള്ള സ്യൂട്ടോ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സോ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനെതിരെയോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ബെയറർക്കെതിരെയോ അല്ലെങ്കിൽ ഒരു മെമ്പർക്കെതിരെയോ കൊണ്ടുവരാൻ പാടില്ല. എന്ത് കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം, ഇൻ റെസ്പെക്ട് ഓഫ് എനി ആക്ട് ഡൺ ഇൻ കണ്ടംപ്ലേഷൻ ഓർ ഫർദറൻസ് ഓഫ് എ ട്രേഡ് ഡിസ്പ്യൂട്ട് to which a member of the trade union is a party on the ground only that such act induces some other person to break the contract of employment or that it is an interference with the trade, business or employment of some other person or with the right of some other person to dispose of his capital or labor. അപ്പോൾ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫർദറൻസിൽ ഒരാളൊരു ആക്ട് ചെയ്യുന്നു, ആ മെമ്പറോ ഓഫീസ് ബെയറോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനോ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വരുന്ന സ്യൂട്ടുകളിൽ നിന്നും അവർക്കൊരു എന്ത് കിട്ടും, ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ട്രേഡിൽ അവർ ഇൻ്റർഫിയർ ചെയ്തു, അല്ലെങ്കിൽ ബിസിനസ്സിലോ എംപ്ലോയ്മെൻറ്റിലോ അവർ ഇൻ്റർഫിയർ ചെയ്തു, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ക്യാപിറ്റലോ അല്ലെങ്കിൽ ലേബറോ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, അതിൽ കയറി ഇടപെടുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ എന്തുണ്ട്, അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതൊക്കെ കാര്യം എന്താണ്, അവരൊരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ ഫർദറൻസിൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ട്രേഡിലോ ബിസിനസ്സിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർഫിയർ ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഇടപെട്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ക്യാപിറ്റൽ ഡിസ്പോസ് ചെയ്യുന്ന റൈറ്റിൽ കയറി ഇടപെട്ടു എന്നൊക്കെയുള്ള കാരണം കൊണ്ട് എന്ത് ചെയ്യില്ല, അവർക്ക് ആ ഒരു സിവിൽ ലയബിലിറ്റി അവരുടെ മേൽ വരില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ 18 സബ്സെക്ഷൻ 2 പറയുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഇപ്പോൾ യൂണിയൻ്റെ ഒരു ഏജൻറ്റ് വല്ലതും ഒരു ടോഷ്യസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏജൻറ്റ് വിത്തൗട്ട് നോളജ് ഓഫ് ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഇൻസ്ട്രക്ഷന് എതിരെയാണ്, വിത്തൗട്ട് നോളജാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ടോഷ്യസ് ആക്ടിനും അവർക്കവിടെ ഇമ്മ്യൂണിറ്റി കിട്ടും. ആൻഡ് ഈ പറയുന്ന ഒരു ഈ സെക്ഷൻ 18 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് ഏതെങ്കിലും ഒരു സ്യൂട്ടിലോ അല്ലെങ്കിൽ സിവിൽ കോടതികളിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ലീഗൽ പ്രൊസീഡിങ്സിലോ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഏജൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും ടോഷ്യസ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ട്രേഡ് യൂണിയന് എന്താണ് എക്സംഷൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ട്രേഡ് യൂണിയൻ അവിടെ ഒരിക്കലും ലയബിളായിട്ട് വരില്ല. പക്ഷേ അത് 2 കാര്യങ്ങളുണ്ടായിരിക്കണം. എന്താണ്, ഒന്ന്, ആ ഒരു ആൾ ആക്ട് ചെയ്തത് ട്രേഡ് യൂണിയൻ്റെ നോളജിലല്ല, വിത്തൗട്ട് നോളജാണ്. 2, എന്താണ്, ആ ഒരു ട്രേഡ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ എക്സ്പ്രസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, എന്നിട്ടും അതിന് വിപരീതമായിട്ടാണ് ഒരാളൊരു ആക്ട് ചെയ്ത് അവിടെ ടോഷ്യസ് ലയബിലിറ്റി ഒരു ടോഷ്യസ് ആക്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയന് ഒരിക്കലും അതിൻ്റെ ആ ഒരു ടോഷ്യസ് ലയബിലിറ്റി അവിടെ വരില്ല എന്നുള്ളതാണ് 18 സബ്സെക്ഷൻ 2 അകത്ത് പറയുന്നത്.
ആൻഡ് അതേപോലെ ഈ ഒരു ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട് അവിടെ. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 18 പ്രകാരം, അതായത് സിവിൽ ലയബിലിറ്റിയിൽ നിന്നോ ടോഷ്യസ് ആക്റ്റിൽ നിന്നോ ഒരു ടോഷ്യസ് ലയബിലിറ്റിയോ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ടോഷ്യസ് ലയബിലിറ്റിയിൽ നിന്ന് എക്സംഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഡ്യൂലി രജിസ്റ്റേർഡ് ആയിരിക്കണം. ആൻഡ് 2, ആ ഒരു ആക്ട് ചെയ്തിരിക്കുന്നത് ഇൻ ഫെർദറൻസ് ഓർ കണ്ടംപ്ലേഷൻ ഓഫ് എ ട്രേഡ് ഡിസ്പ്യൂട്ട് ആയിരിക്കണം. ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനൊരു ആക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനൊരു ഇതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എക്സംഷൻ കിട്ടും. ദെൻ 3, ആ ഒരു ട്രേഡ് യൂണിയൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ പാർട്ടി ആയിരിക്കണം. അവർ ആ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൽ ഉണ്ടായിരുന്ന ആളുകളായിരിക്കണം ഈ ട്രേഡ് യൂണിയൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഗ്രൗണ്ട്സ് ആ ഒരു ഇതിൽ എക്സ്പ്രസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഗ്രൗണ്ടുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം പറയുന്നതാണ് ആ ഒരു ആക്ട് വേറൊരാളെ ഇൻഡ്യൂസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് വേറൊരാളെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ ഒരു ആക്ട്. രണ്ടാമത്തെ കാര്യം, ആ ഒരു ഇൻ്റർഫിയറൻസ് എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത്, ആ ഒരു ആക്ട് എന്ന് പറയുന്നത് ഒരു മറ്റേതെങ്കിലും ഒരാളുടെ ട്രേഡോ ബിസിനസ്സോ എംപ്ലോയ്മെൻറ്റിനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം. ദെൻ 3 എന്ന് പറയുമ്പം ഈ ഒരു ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരാളുടെ ക്യാപിറ്റലിനെയോ ലേബറിനെയോ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു റൈറ്റിനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വരുമ്പം ഈ പറയുന്ന ക്ലെയിം ഓഫ് ഇമ്മ്യൂണിറ്റി ഈ പറയുന്ന ഗ്രൗണ്ടുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സീക്ക് ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ്, അതായത് ഇപ്പോൾ തന്നെ നമ്മളൊരു 4 കണ്ടീഷനാണ് മെയിനായിട്ട് പറഞ്ഞത്. ഒന്ന്, ഡ്യൂലി രജിസ്റ്റർ ചെയ്യണം. ദെൻ ഒരു കോമൺ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ആൻഡ് ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ പാർട്ടി ആയിരിക്കണം. ദെൻ ഏതൊക്കെ ഗ്രൗണ്ടുകളിലാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും സാഹചര്യത്തിൽ ഇത്രയും പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്യൂട്ടോ ലീഗൽ പ്രൊസീഡിങ്സ്, സിവിൽ കോടതികളിൽ വരുന്ന ഒരു സ്യൂട്ടോ ലീഗൽ പ്രൊസീഡിംഗ് ഒന്നും ആർക്കെതിരെ വരില്ല, രജിസ്ട്രേഡ് ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ ഏതെങ്കിലും ഓഫീസ് ബെയറർക്കെതിരെയോ, അതുപോലെ പ്രസിഡൻറ്റ്, സെക്രട്ടറി അങ്ങനെയുള്ള ഓഫീസ് ബെയറേഴ്സിനെതിരെയായിട്ടോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ മെമ്പേഴ്സിനെതിരെയായിട്ടോ അവർ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൻ്റെ ഫെർദറൻസിൽ ചെയ്തൊരു ആക്ടിന് വേണ്ടിയിട്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം. ഇത്രയും കണ്ടീഷൻസ് പക്ഷേ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇവിടുത്തെ ഒരു കേസ് നോക്കാം. റോഹ്താസ് ഇൻഡസ്ട്രീസ് സ്റ്റാഫ് യൂണിയൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ടൊരു കേസ്. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഫോർ ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ കോടതി ഏത് ചോദ്യമാണോ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, അതായത് ഏത് ഇഷ്യൂവിനാണോ അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്, അതെന്ന് പറയുന്നത് ഒരു എംപ്ലോയർക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ. അപ്പോൾ ആർക്കെതിരെയാണ് ഡാമേജസ് ക്ലെയിം ചെയ്യേണ്ടത്? ഒരു ഇല്ലീഗൽ സ്ട്രൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെതിരെ ഡാമേജ് സീക്ക് ചെയ്യാനായിട്ടുള്ളൊരു റൈറ്റ് ആർക്കുണ്ടോയെന്ന്, എംപ്ലോയർക്കുണ്ടോ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ചോദ്യം. ആൻഡ് ഇവിടെ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് ഇപ്പോൾ ഒരു ഇല്ലീഗൽ സ്ട്രൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് അതുവഴി അവർ പ്രൊഡക്ഷനിൽ ഒരുപാട് നഷ്ടമുണ്ടാക്കി, ഒരു ലോസ് കോസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എംപ്ലോയീസിനെതിരെയാണ് എംപ്ലോയർക്ക് ഡാമേജ് സീക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു റൈറ്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഈ ഒരു കേസിനകത്ത് വന്ന ക്വസ്റ്റ്യൻ. സെക്ഷൻ 24 ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൻ്റെ അകത്ത് ഈ എംപ്ലോയീസിൻ്റെ മേൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഉണ്ട്. അതായത് അത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അവർക്ക് പറഞ്ഞിട്ടുള്ളൊരു കടമയാണ്, അതവർ ചെയ്തേ പറ്റൂ. അപ്പോൾ അതെന്താണ്? നോട്ട് ടു കമൻസ് ഓർ ഡിക്ലെയർ ആൻ ഇല്ലീഗൽ സ്ട്രൈക്ക് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ഇല്ലീഗൽ സ്ട്രൈക്ക് നടത്താനായിട്ടും ഡിക്ലെയർ ചെയ്യാനായിട്ടും പാടില്ല എന്നുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൻ്റെ സെക്ഷൻ 24 പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിക്ക് ഒരു ബ്രീച്ച് വരുത്തുകയാണ് എംപ്ലോയീസ്. അങ്ങനെ ഒരു എംപ്ലോയീസ് ഒരു ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ അവർ ഈ സെക്ഷൻ 26 സബ്സെക്ഷൻ 1 ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം പണിഷ്മെൻറ്റിന് ലയബിളാണ്. ആൻഡ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി പെനാലിറ്റി അല്ലാതെ ഒരു എംപ്ലോയർക്ക് ഒരു എംപ്ലോയീസിനെതിരെ സിവിൽ ആക്ഷൻ എടുക്കാനായിട്ടുള്ള യാതൊരു റൈറ്റും ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിവിൽ ലയബിലിറ്റീസിൽ നിന്നും ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഇല്ലീഗൽ സ്ട്രൈക്ക്
ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ 26 സബ്സെക്ഷൻ 1 അകത്ത് തന്നെ അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നുണ്ട്. അതല്ലാതെ വേറൊരു പണിഷ്മെൻറ്റും നിയമപ്രകാരം എംപ്ലോയർക്ക് ഒരു സിവിൽ ആക്ഷൻ എംപ്ലോയീസിനെതിരെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനകത്ത് കോടതി പറഞ്ഞൊരു കാര്യം അതാണ്. ആൻഡ് ഫേർദർ കോടതി പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കിംഗ് വർക്ക്മെന് ഈ ഒരു സിവിൽ ഇമ്മ്യൂണിറ്റിക്ക് എൻറ്റൈറ്റിൽഡ് ആണ്. ഈവൻ ദോ ആ സ്ട്രൈക്ക് ഇല്ലീഗൽ ആണെങ്കിൽ പോലും സെക്ഷൻ 24 പ്രകാരം അത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും അവർക്ക് സിവിൽ ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ആളുകൾക്കും ലയബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ കോടതി ഇവിടെ റോഹ്താസ് ഇൻഡസ്ട്രി സ്റ്റാഫ് യൂണിയൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിൽ പറഞ്ഞതാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. റൈറ്റ് ഓഫ് മൈനേഴ്സ് ടു മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ മൈനറായിട്ടുള്ള ആളുകൾക്ക് ഒരു ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം. സെക്ഷൻ 21 അകത്താണ് ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പിനെ പറ്റിയുള്ള റൈറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അവിടെ ഈവൻ ഒരു മൈനർക്ക് പോലും, പക്ഷേ നോട്ട് ലെസ് ദാൻ 15 ഇയേഴ്സ് ഓഫ് ഏജ് ആയിരിക്കണം, മിനിമം 15 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു മൈനർക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 21 പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റൈറ്റ് ഓഫ് മൈനേഴ്സ് എന്ന് പറയുന്നത് ഇസ് സബ്ജക്റ്റ് ടു എനി റൂൾ ഓഫ് ദ ട്രേഡ് യൂണിയൻ ടു ദ കോൺട്രി എന്നാണ്. അതായത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഒരു റൂള് വെച്ച് കഴിഞ്ഞാൽ അതിന് അവിടെ സബ്ജക്റ്റഡ് ആണ്, മൈനേഴ്സിൻ്റെ റൈറ്റ് അവിടെ സബ്ജക്റ്റഡ് ആണ്. അവിടെ ഇപ്പോൾ പറയുകയാണ് ഇത്രയും ഏജ് ഉള്ളവർ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പറ്റൂ. നോർമൽ കേസിൽ അവർക്ക് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ട് എന്നേ പറയുന്നുള്ളൂ. ആൻഡ് മൈനർ മെമ്പേഴ്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പം അവർ ഒരു മെമ്പറിനുള്ള എല്ലാ റൈറ്റുകളും അവർക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും, അതായത് എല്ലാ ഡോക്യുമെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അക്യൂറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെറ്റ് ഒബ്ലിഗേഷൻ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് അക്യൂറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സിക്യൂട്ട് ചെയ്യേണ്ട അക്യൂറ്റൻസസുകൾ കൊടുക്കാനായിട്ടും അവർക്ക് പറ്റും ഈ ഒരു റൂള് പ്രകാരം. അങ്ങനെയുള്ള റൈറ്റുകളൊക്കെ ആർക്ക് കിട്ടുന്നുണ്ട്? ആ ഒരു മൈനർ മെമ്പേഴ്സിന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന് കിട്ടുന്ന റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി കോർപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് ഫണ്ട് ഫോർ പൊളിറ്റിക്കൽ പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസിയുടെ പണിഷ്മെൻറ്റിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്, സിവിൽ ലയബിലിറ്റീസിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ തന്നെ പറയുന്നതാണ് അട്ടോഷ്യസ് ലയബിലിറ്റിയിൽ നിന്നും ഇമ്മ്യൂണിറ്റി കിട്ടുന്ന കാര്യം. ആൻഡ് അതിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും പറയുന്നുണ്ട്. then അതിനുശേഷം എന്താണ്, മൈനേഴ്സിന് മെമ്പർഷിപ്പിനുള്ള റൈറ്റിനെ പറ്റിയിട്ടുള്ള അത്തരത്തിലുള്ളൊരു റൈറ്റും അവിടെ ഉണ്ട്. സോ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസിൽ പഠിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ട്രേഡ് യൂണിയനും പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.